ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ബെനഡിക്റ്റ് പ്രയർ. ഇന്ന് ഈ രാത്രിയിൽ മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ അധ്വാന ഫലം അനുഭവിക്കുവാനും അവരുടെ ഓട്ടം അത് ദൈവസന്നിധിയിൽ വലിയ പ്രീതികരമായി തീരുവാനും അവരുടെ അധ്വാനവും അവരുടെ പരിശ്രമവും വിജയത്തിലേക്ക് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അനുഗ്രഹത്തിനായി ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പ്രഭാഷണ പുസ്തകം 7-ാം അധ്യായം 15-ാം വചനം. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളുടെ ജീവിതത്തിൽ അധ്വാനത്തെക്കുറിച്ച് അധ്വാനശീലമുണ്ടാകുവാൻ വേണ്ടി പരിശ്രമിക്കുവാൻ വേണ്ടി പരീക്ഷയ്ക്കാകട്ടെ ജോലിയാകട്ടെ എല്ലാം അധ്വാനത്തിലൂടെ നേടുവാൻ എളുപ്പ വഴിയിലൂടെ കുറുക്കു വഴിയിലൂടെ ഒന്നും വേണ്ട. ഞാൻ അധ്വാനിച്ച് നേടും, ഞാൻ പരിശ്രമിക്കും. മക്കൾക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടാകാം. മാതാപിതാക്കളായി നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റാതെ പോയ നല്ലൊരു ഭവനമോ കടബാധ്യതകളോ ഇതൊക്കെ തീർക്കുവാൻ മക്കൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. പക്ഷെ അതിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല. വലിയ ആശങ്കയാണ് മക്കൾക്ക്. മാതാപിതാക്കളെ നമ്മളെ ഓർക്കുമ്പോഴോ പലപ്പോഴും നമ്മളോട് പറഞ്ഞില്ലേ പോലും മക്കളുടെ ഉള്ളിൽ വല്ലാത്തൊരു ആദിയിലായിരിക്കും മക്കൾ ഓടുന്നത്. കടബാധ്യത തീർക്കുവാൻ, ലോൺ തീർക്കുവാൻ, മാതാപിതാക്കളുടെ ആരുടെയെങ്കിലും രോഗപീഠ ഉണ്ടെങ്കിൽ അതിനൊക്കെ ആശ്വാസം ഉണ്ടെങ്കിൽ പണം കണ്ടെത്തണം, സമ്പത്ത് വേണം. അതിനുവേണ്ടി അവരുടെ അധ്വാനം നേരായ വഴിക്ക് പോകുവാൻ അധ്വാനിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിച്ചു കഴിഞ്ഞാൽ ആ അധ്വാനത്തിന് ഫലമുണ്ടാകും, അത് അനുഗ്രഹമാകും. എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്കും ഐശ്വര്യത്തിലേക്കും കടന്നു വരാൻ സാധിക്കും. ആ ഒരു ബോധ്യം മക്കൾക്ക് ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ കൃഷിയെ സ്നേഹിക്കുവാൻ, വചനം പറയുന്നത് പോലെ കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുതെന്ന് പറയുമ്പോൾ കൃഷിയെ സ്നേഹിക്കുവാൻ, ചെടികളോടും പൂച്ചെടികളോടും നല്ല സസ്യങ്ങളോടും പച്ചക്കറി അങ്ങനെ തുടങ്ങി കൃഷിയെ സ്നേഹിക്കുന്ന മക്കളായി തീരുവാൻ ഇന്ന് മക്കൾക്ക് ഇല്ലാതെ പോകുന്നതാണ്. എല്ലാവരും മുറിക്കുള്ളിൽ കട്ടപ്പെടുന്നു. വണ്ടിയിൽ പോകുന്നു, വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു, വീടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതാണ് ലോകം. പുറത്തേക്ക് ഇറങ്ങുവാനോ ചെടിയോ ഇല്ലെങ്കിൽ പച്ചക്കറി അങ്ങനെയുള്ള കൃഷിയോടൊന്നും താല്പര്യമില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ശീലം, പ്രകൃതിയോടാണെങ്കിൽ സ്നേഹം, അത് ഒത്തിരി ആരോഗ്യ മേഖലയിൽ ഉണർവുണ്ടാക്കും. അതൊക്കെ മക്കൾക്ക് മനസ്സിലാകുവാനും മാനസിക ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കുവാൻ വയൽ കൃഷി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ സഹായിക്കുമെന്നും അധ്വാനശീലം ഉണ്ടായി അങ്ങനെ മധുരം അനുഭവിക്കുവാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകട്ടെ. ജീവിതത്തിൽ മക്കൾക്ക് വിജയം ഉണ്ടാകട്ടെ. ആമീൻ. ഈ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ അധ്വാനത്തെ സ്നേഹിക്കുന്നവരായി തീരട്ടെ. മനുഷ്യജീവിതം സാധ്യമാക്കുന്ന കൃഷിയിലും കാർഷിക വേലകളിലും ഞങ്ങളുടെ മക്കൾ താല്പര്യമുള്ളവരായി തീരട്ടെ. ഏതൊരു അധ്വാനത്തിലും അത് ശീലത്തിലൂടെ അധ്വാനഫലം അനുഭവിക്കുവാനും കൂടുതൽ നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും വളർന്നു വരുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.